ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. എന്ത് വീഡിയോ എടുക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ മോളുടെ കുറച്ച് ഡ്രസ്സൊക്കെ കാണിക്കണം, മറ്റേ എന്താ പറയുക ബർത്ത്ഡേ അങ്ങനത്തെ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവൾ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കണ്ടാലോ? ആ ഡ്രസ്സ് കാണുകയും ചെയ്യാം, നമുക്ക് അതിൻ്റെ പിന്നിലത്തെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ ഉടുപ്പാണ് കാണിക്കുന്നത്. ഈ ഉടുപ്പ് ഇട്ടിട്ടില്ല ഇതുവരെയായിട്ടും, കാരണം കൊണ്ട് പിന്നീട് വലിയൊരു കഥ ഉണ്ട്. ഇത് നമ്മൾ ബർത്ത്ഡേക്ക്, ഒന്നാമത്തെ ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ സിമ്പിളായിട്ടാണെങ്കിൽ സെലിബ്രേഷൻ നടത്തണം എന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് മുറിക്കുന്ന സമയത്ത് ഇടാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത ഡ്രസ്സാണ്. പക്ഷേ ബർത്ത്ഡേ ആഘോഷിക്കില്ല, നടത്താൻ പറ്റിയില്ല. ഈ ഉടുപ്പ് ഇതുവരെയായിട്ടും ഇട്ടിട്ടില്ല. അതിന് എത്ര 2000 സംതിങ് വിലയുണ്ട്. എൻ്റെ ചേച്ചി എടുത്തതാണ്, അവൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ ഇടാൻ പറ്റുന്നില്ല. ഇതുപോലെ പൊട്ടിച്ചിട്ടില്ല. ഇപ്പോൾ 1.5 വയസ്സായി, പക്ഷേ ഇത് ഇട്ടിട്ടില്ല. അതാണ് എൻ്റെ വലിയ കഥ. ഈ ഡ്രസ്സ് അവൾക്ക് ബർത്ത്ഡേയുടെ അന്ന് ഇടാൻ വേണ്ടി അയച്ച ഡ്രസ്സാണ്. ഇങ്ങനത്തെ ഉടുപ്പുകളൊന്നും കുട്ടികൾക്ക് ഇടാൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അന്ന് ബർത്ത്ഡേയുടെ അന്ന് മാത്രം തന്നെയാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുള്ളൂ. കാരണം ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാൻ മൊത്തത്തിൽ ഇങ്ങനെ കുട്ടികൾക്ക് മേൽ ഉരയ്ക്കണ പോലത്തെ ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ല. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ മറ്റേ പക്ഷേ ഇത് കുറച്ച് വില കൂടിയതായി കാരണം ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഭയങ്കര സോഫ്റ്റായ ഇതുണ്ട്. കണ്ടോ, വില പോലും കളഞ്ഞിട്ടില്ല. 2025 പുളിമൂട്ടിൽ നിന്ന് മേടിച്ചതാണ്, ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് അവരുടെ വല്യമ്മയുടെ ഗിഫ്റ്റായിരുന്നു. ഇതിപ്പോൾ ഇത് പൊട്ടിക്കാതിരിക്കും. എൻ്റെ ഇത് ഇട്ടിട്ട് ഒരു കോട്ടെങ്കിലും എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ഉടുപ്പ് കാണാം. ഇതും ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചത് തന്നെയാണ്. ബർത്ത്ഡേക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സാണ്. ഇതും ഇട്ടിട്ടില്ല. അന്ന് ബർത്ത്ഡേ ക്യാൻസലായതിൻ്റെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലും അതുപോലെ ഇതും കുറച്ച് റേറ്റ് ഉള്ളതായതുകൊണ്ട് ഭയങ്കര സോഫ്റ്റായ തുണിയൊക്കെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. വൈറ്റ് പ്യുവർ അങ്ങനെ വൈറ്റ് അല്ല, ക്രീം പോലെ. ഇതും ഇടാൻ പറ്റിയിട്ടില്ല അവൾക്ക്. രണ്ടും ഇട്ടിട്ടില്ല. ഈ ഉടുപ്പ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, ഒരു മാരേജ് ഫംഗ്ഷന് റിസപ്ഷന് പോകുമ്പോൾ ഇട്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഉടുപ്പ് ഇടാൻ ഇഷ്ടമാണ്. ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ആൾക്ക്. ഇതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് തന്നെയാണ്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റായിട്ട് തന്ന ഉടുപ്പാണ്. ഓക്കെ, ഈ ഉടുപ്പ് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് തയ്ച്ച് തന്ന ഉടുപ്പാണ്. അവള് തയ്ച്ചതാണ്. അവളുടെ പേര് റാബിയാന്നാണ്. ഇത് അവൾ തയ്ച്ച ഉടുപ്പാണ്. അവൾ നന്നായിട്ട് അവളുടെ മക്കൾക്കൊക്കെ അവൾ തന്നെയാണ് സ്വന്തമായിട്ട് ഉടുപ്പൊക്കെ തയ്ക്കുക. അങ്ങനെ അവൾ തയ്ച്ച ഉടുപ്പാണ്. ഇത് കുറേ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അവൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് വലുതായി ഞാൻ ഇടാൻ പറ്റുന്നുണ്ടാവില്ലാന്ന് വിചാരിക്കുന്നു. ഇട്ട് നോക്കിയിട്ടില്ല. പിന്നെ ഇത് റെഡ് ഉടുപ്പ്. ഇതും ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുരപ്പൊന്നും ഇല്ല. ഭയങ്കര സോഫ്റ്റ് തന്നെയാണ്. ഉണ്ടാവും, ഇടാം, എപ്പോൾ വേണമെങ്കിൽ ഇടാം. പക്ഷെ കുറച്ച് വലിപ്പം കൂടുതലാണ്. ഇത് ഇട്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഇത് നമുക്ക് വലുതായ ഇടാം. ഈ ഉടുപ്പ് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നിറയെ ഇട്ടായിരുന്നു. ആദ്യമായിട്ട് ഇട്ടപ്പോൾ മൊത്തം ഗിൽറ്റിൽ മുങ്ങിയ പോയാലായിരുന്നു. ഇത് ഒരുപാട് പ്രാവശ്യം ഉടുപ്പാനൊക്കെ ചെറുതായി പോയി. പക്ഷെ ഇവിടെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇനി ഇതൊന്നും കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഇത് ഭംഗിയാണ്. ഇത് പട്ടുപാവാട. ഇതും ഇട്ടില്ല ഇതുവരെയായിട്ടും. ഞാൻ നല്ല ഭംഗി കണ്ടിട്ട് തയ്പ്പിച്ചതാണ്. ഇതും കുറച്ച് ശരിയാക്കാനുണ്ട്. ഇട്ട് നോക്കിയപ്പോൾ അത്ര കറക്റ്റ് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം ഇടാൻ. ഈ പട്ടുപാവടയ്ക്ക് പാവാട ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പാവാടയാണ് ഇത്. ഇത് വലിപ്പം കൂടുതലാണ്. വേറെ പാവാട അല്ലാതെ ഇടാം. ഈ പാവാട ഇടാം. പിന്നെ ഈ പാവാട വേണമെങ്കിലും എനിക്കിടാം. ഇതിനകത്ത് ജാക്കറ്റ്സുകളും കിട്ടും. വേറൊരു പാവാട, പിന്നെ പട്ടുപാവാട. പിന്നെ ഈ പാവാടകളിൽ വേറൊരു ജാക്കറ്റാണ് ഇത്. ഇതും റാബിയ തയ്ച്ച് തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് വശം ഉണ്ട്. പിന്നെ ഇത് അവളുടെ അച്ഛൻ അവൾക്ക് വിഷുവിന് ഗുരുവായൂരിൽ എടുത്തോളുന്ന പട്ടുപാവാടയാക്കാം. ഇതിൻ്റെ പാവാട കഴിച്ചാൽ ഗുരുവായൂരിൽ നിന്ന് വിഷുവിൻ്റെ തലേ ദിവസം കൊണ്ടുവന്ന പട്ടുപാവാടയാണ് അച്ഛവൾക്കിടാം. മോഡേൺ ഡ്രസ്സുകൾ, കുറച്ച് ട്രൗസറുകൾക്കുള്ള
ഇങ്ങനത്തെ ഉടുപ്പുകളാണ്. ഇങ്ങനത്തെ കുറെ ട്രൗസറുകള് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ട്. അതെല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഇങ്ങനത്തെ ട്രൗസറുകള്, പിന്നെ സിമ്പിളായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉടുപ്പുകൾ, അങ്ങനത്തെയൊക്കെ കുറെ വലുതാണ്, പിന്നെ കുറെ ചെറുത്. അപ്പൊ നമുക്ക് ആൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ട്രൗസർ, പാൻറ്, ഷർട്ട് അങ്ങനെയൊക്കെ സിമ്പിളായിട്ട്. പക്ഷെ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ എടുക്കാം, നല്ല നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യമൊക്കെ പോകുമ്പോൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിൾ വീഡിയോ ആണ്. നമുക്ക് അപ്പോൾ ഒരുപാട് ഭയങ്കര ഡ്രസ്സുകളൊന്നുമില്ല, കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണുന്നത് വരയ്ക്കും. അപ്പോൾ ടാറ്റാ, ബൈ.